നമസ്കാരം. എന്റെ പ്രവാചകരെ, അങ്ങ് ലോകത്തിന്റെ നേതാവാണെന്ന് കാലം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബിയെ കുറിച്ച് കളിയാക്കി പോലും മുഹമ്മദ് നബിയെ പുകഴ്ത്തിയാൽ അതിന് പ്രതിഫലം ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ ഇവിടെ വിശ്വസിച്ചു പോരുന്നത്. ഇന്നലെ ഒരു അയ്യപ്പം വിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സമൂഹ മാധ്യമങ്ങൾ ആ പാട്ട് ഏറ്റെടുത്തു. ആ പാട്ട് ഇന്ന് വൈറലാണ്. ആ പാട്ടുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കൊന്നും അത്ര ദഹിച്ചിട്ടില്ല. അവർ അവരുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ അവരുടെ FB പേജിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ആ പാട്ടിന്റെ വരികൾ, അതായത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും ഖദീജ ബീവിയുടെയും കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്. മക്കത്ത് കല്യാണ രാവ്, ഖദീജക്ക് കല്യാണ നാള് എന്ന് തുടങ്ങി അതിലുണ്ടായ മകൾ ഫാത്തിമയെ കുറിച്ചും ആ പാട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നീട് ആ പാട്ട് പുരോഗമിക്കുന്നത് വാവരുടെ ഉമ്മയായിട്ടുള്ള ഫാത്തിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വാവരുടെ ഫാത്തിമ, അവർക്ക് ഇവിടെ പ്രവാചകന്റെ മകൾ ഫാത്തിമയോട് വലിയ സ്നേഹമായിരുന്നു. അതിന്റെ ഭാഗമായി ആ ഫാത്തിമയെ പോലെ തന്നെയാണ് ഞാൻ ആ ഫാത്തിമയാണ് എന്നിവർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ആ പാട്ടുമായി ബന്ധപ്പെട്ടതിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. ആ പാട്ടിൽ പറഞ്ഞ വരികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നുമില്ല. എന്തായാലും ഇന്നത്തെ കാലത്ത് പാടേണ്ട ഒരു പാട്ടായിരുന്നു. വളരെ മനോഹരമായി ആ അയ്യപ്പ ഭക്തന്മാർ അത് പാടി. ഇന്ന് കേരളം ഒരുമിച്ച് പാടുകയാണ് ഈ പാട്ട്. നാലാള് കൂടിയിടത്തൊക്കെ ഈ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. പാടാൻ കഴിയാത്തവർ ആ ഈണം മൂളുന്നുണ്ട്. അത്ര മനോഹരമാണ് ആ ഈണം. അത്ര ഭംഗിയായി തന്നെയാണ് അവർ ആ പാട്ട് അവതരിപ്പിച്ചത്. എന്തായാലും ഇന്നലെയാണ് ഈ പാട്ട് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് എങ്കിൽ ഈ പാട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ ഈ പാട്ട് നേരത്തെ പാടിയതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദീകരണങ്ങളൊക്കെ ചില ആളുകൾ നൽകിയിട്ടുള്ളത്. എന്തായാലും കേസില്ലാ വക്കീൽ കൃഷ്ണരാജിന് കുരുകുട്ടി, അതുപോലെ തന്നെ ശശികല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീക്കും ഇവിടെ കുരുകുട്ടിയിരിക്കുകയാണ്. ഇവിടെ കൃഷ്ണരാജ് പറയുന്നത് ഇനി നബിദിനത്തിന് പള്ളികളിൽ ജ്ഞാനപ്പാന പാടുന്നതിന് വേണ്ടിയുള്ള അവസരം കൂടെ ഉണ്ടാകും, മതേതരത്വം നീണാൾ വാഴട്ടെ എന്നാണ് കൃഷ്ണരാജിന്റെ കമന്റ്. ശശികല പറയുന്നത് മതേതരത്വം ശരണമയ്യപ്പ എന്ന് അവസാനിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് ശശികലയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കേരളം വെറുക്കുന്ന ആളുകൾ ഈ പാട്ട് അവർക്കത്ര ദഹിച്ചിട്ടില്ല, ഈ പാട്ട് അവർക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേസമയം കേരളത്തിൽ വരുന്ന മഹാഭൂരിപക്ഷം ആളുകൾ, മലയാളികൾ ഈ പാട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ പാട്ട് വൈറലാണ്. ഈ പാട്ടിനെ പിന്തുണക്കുന്ന ആളുകൾ, ഈ പാട്ടുമായി ബന്ധപ്പെട്ട് കമന്റ് ഇടുന്ന ആളുകൾ, ഈ പാട്ടിന് ലൈക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ അയ്യപ്പ ഭക്തന്മാരുടെ ആ വിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു ചടങ്ങിലാണ് ഈ പാട്ട് പാടിയത്. വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഈ പാട്ടിനെ എതിർത്ത് ആരും രംഗത്തെത്തിയിട്ടില്ല. അതേസമയം വിശ്വാസികളുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ, കേസില്ലാ വക്കീലിനെ പോലുള്ള, ശശികലയെ പോലുള്ള ചില ആളുകൾ ഈ പാട്ടിനെ എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് കൃഷ്ണരാജനോട് പറയാനുള്ളത്, കേരളത്തിൽ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ചൂണ്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അയ്യപ്പൻ വിളക്കുമായി ബന്ധപ്പെട്ട് ആ അയ്യപ്പൻ വിളക്ക് താലമൊക്കെ എടുത്ത് പാലക്കൊമ്പുമൊക്കെ ആയി വരുന്ന ആളുകൾക്ക് ചൂണ്ടൽ മഹല്ല് കമ്മിറ്റി, മഹല്ല് പള്ളി ഭാരവാഹികൾ വല്ലാത്ത ആ ചൂടില് വെള്ളം ദാഹിച്ച് വിശന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പഴവും വെള്ളവും ഒക്കെ നൽകുന്ന ഒരു ചടങ്ങ് ഈ കഴിഞ്ഞ അയ്യപ്പൻ വിളക്ക് സമയത്താണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതുപോലെ കേരളത്തിൽ ഉടനീളം അത്തരത്തിലുള്ള ഒരുപാട് സഹകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നബിദിനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റികൾ ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള റാലി നടക്കുമ്പോൾ മധുര പലഹാരങ്ങളും മിഠായികളും ഒക്കെ നൽകുന്ന പതിവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്കൊക്കെ മധുര പലഹാരങ്ങൾ ഈ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈ നബിദിന റാലി കടന്നു പോകുമ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാറില്ല, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സഹകരിക്കാൻ കഴിയാവുന്ന മേഖലകളിലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കാറുണ്ട്. ഇതൊന്നും ഇവിടെ ഈ കൃഷ്ണരാജിനെ പോലുള്ള ആളുകൾ കാണാറില്ല. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ വാർത്തയാകാറില്ല. വാർത്തയാകുന്ന സമയത്ത് ഇവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. എന്തായാലും ഇവിടെ ശശികലയും കൃഷ്ണരാജും ഒക്കെ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ പല ഘട്ടങ്ങളിലായി പ്രവാചകനുമായി ബന്ധപ്പെട്ട്, പ്രവാചകനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ നേതാവല്ല പ്രവാചകൻ. ഈ ലോകത്തിന്റെ നേതാവാണ്, ഈ ലോകത്തിന്റെ തന്നെ പ്രവാചകനാണ്. അങ്ങനെയാണ് പ്രവാചകനായി നിയോഗിക്കുന്നത്. എന്തായാലും അതിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും, ഓരോ സമയം കഴിയും തോറും അതിങ്ങനെ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ലോകത്തിന്റെ പ്രവാചകൻ തന്നെയാണ്. വെറുക്കപ്പെട്ട ചില ആളുകൾ
അത് പ്രവാചകന്റെ കാലത്തും ഉണ്ടായിരുന്നു. ചില ആളുകൾ പ്രവാചകനെ ശക്തമായി എതിർത്തിരുന്നു, കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള ആളുകൾ ഇന്നുമുണ്ട് എന്നതൊഴിച്ച് പ്രവാചകൻ ലോകത്തിന്റെ നേതാവാണ് എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.